എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് രാമുണ്ട് അച്ഛനും അമ്മേനെയും എന്താ കാണിക്കാത്ത അപ്പൊ ഗൈസ് 4 മണിക്ക് അവര് വരും. ഇപ്പൊ സമയം 3:57 രാമുട്ടാ. ഇനി നമ്മൾ ഈ ഒരു കിച്ചൺ ടോപ്പും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞ് കിച്ചൺ സെറ്റായി. നീ ഇവിടെ വെറുതെ ഇരിക്കുന്ന. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. ഗൈസ്, അപ്പോ നമ്മള് ഇന്നൊരു ക്ലീനിങ് ഡേ ആണ്. അതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് പേടിച്ചിട്ടൊന്നുമല്ല, ഇന്ന് അച്ഛനും അമ്മയും വരുന്നു. അതായത് രാമുവിന്റെ അച്ഛനും അമ്മയും അങ്ങ് പയ്യന്നൂരിന്ന് വരികയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അച്ഛനും അമ്മേനെയും കാണാത്ത എന്താ വീഡിയോസിൽ അധികം കാണാത്തതെന്ന് പറഞ്ഞാൽ അവർ പയ്യന്നൂരാണ് ഉള്ളത്. മാത്രമല്ല അവര് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മുടെ വീട് എടുത്തിട്ടും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോയും നമ്മുടെ വീടും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. കാണുമ്പോൾ തന്നെ മതിയായിക്കോളും, വീട് കാണുമ്പോൾ തന്നെ മതിയായിക്കോളും. ബിക്കോസ് വീടിന്റെ കോലം ഇപ്പൊ കുറച്ച് ശോചനീയമാണ്. കാരണം വേറെ ഒന്നും തന്നെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആ എടുത്ത സമയത്ത് ആ ഒരു ഇതൊന്നും എന്താ ഇല്ലാത്ത. നമ്മള് ഇവിടെ ഇങ്ങനെ ഇപ്പോ ഓരോ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ സ്ഥലം. പിന്നെ മേലത്തെ കുഴപ്പമൊന്നുമില്ല, ഇതൊന്നുമില്ല തോന്നുന്നു. അതിപ്പോ വൃത്തിയാക്കിയതാണോ? ഞാൻ വിചാരിച്ചു കയ്യത്ത ദൂരത്തായതുകൊണ്ട് അത് വൃത്തിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പൈതവേ ഈ ഫോട്ടോ എന്റെ അമ്മ വരച്ചതാണ് കേട്ടോ. മ്യൂറൽ, അമ്മ ഒരു മ്യൂറൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അമ്മ അത് വരച്ചതാണ്. ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതെ, ഇതെന്റെ ഇന്നലെ ഹൽദിയോ മഞ്ഞ കണ്ടോണ്ടായിരിക്കും ഇന്നെന്റെ എൻഗേജ്മെന്റ്. അത് എന്റെ എൻഗേജ്മെന്റ്, ശില്പയുടെ എൻഗേജ്മെന്റ് ഇട്ടത്. അതെന്റെ സാധനങ്ങളാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഒന്ന് വൃത്തിയാക്കണം. ആൻഡ് ഡൈനിങ് കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊന്ന് രാവിലത്തെ ചായ, ബ്രെഡ് ആൻഡ് പഴം, ബാക്കിയുള്ള ചാമ്പയ്ക്ക തീരാ മോണും. ആൻഡ് ശോചനീയമായ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കിച്ചൺ ആണ് ഗൈസ്. ആൻഡ് ഇതാണ് നമ്മുടെ ബെഡിന്റെ അവസ്ഥ. ബെഡിന്റെ അവസ്ഥ ഇവിടെ കുറച്ച് ക്ലോത്ത്, കാരണം വേറൊന്നല്ല, ഇത് റെഡി ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ മിക്ക ഗേൾസിനും മനസ്സിലാവും. പക്ഷെ ഇതെന്തിനാ ഇവിടെ ഇത്രയും തുണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല ഞാൻ ഇതിന് ഇത്രയും തുണിയോടെ വലിച്ചു വാരി ഇട്ടേന്ന്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത്, പക്ഷെ ഇങ്ങനെ ആയിപ്പോയി ബെഡിന്റെ അവസ്ഥ. അതാ ഇവിടെ നമ്മുടെ പവർ ബാങ്ക്, മോസ്കിറ്റോ ബാറ്റ് ഒക്കെ ഉണ്ട്. ഇതെടുത്ത് മാറ്റിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു വൃത്തിയോട് മാറി കിട്ടുമെന്ന്. ഇതൊക്കെ ഉണങ്ങിയ തുണിയല്ലേ രാമൂട്ട? ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. നമുക്കിത് കാണിക്കണം നമ്മൾ എത്രത്തോളം ഇത് വൃത്തിയാക്കി എന്നുള്ളത്. നിങ്ങൾക്ക് ആ ഐഡിയ മനസ്സിലായോ ഗൈസ്? ഞാനിത് കാണിച്ചു തരുമ്പോഴത്തേക്കും രാമുണ്ണ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് പണിയെടുക്കണ്ടല്ലോ. നല്ല മോനാട്ടോ, പണിയെടുത്തോ. ഇനി മറ്റേ മുറി നമ്മുടെ ഗസ്റ്റ് റൂമാണ്. അതുകൊണ്ട് അത് പ്രശ്നമില്ല, കാരണം ഗസ്റ്റുകളെ നന്നായിട്ട് നോക്കിക്കോളൂ. ആൻഡ് ദിസ് വാർഡ്രോബ് ഇസ് ഓക്കെ ഓൺലി ബിക്കോസ് ഇതിനകത്ത് വലിയ സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അച്ഛനമ്മ കാണാൻ വരുമ്പോ വീടൊക്കെ ഫസ്റ്റ് നോക്കുമല്ലോ. അപ്പൊ ഇതെന്ത് കോലാണെന്നുള്ളത് തോന്നരുതല്ലോ. അപ്പൊ നമ്മുടെ ഫാസ്റ്റ് ആക്കോ പൊന്നോ. കിച്ചൺ എന്നാ കിച്ചൺ പ്ലസ് ഞാൻ ആ മുറി, രാമൂട്ടൻ ഹോൾ പ്ലസ് ആ മുറി. നമ്മൾ കിടക്കണ മുറി രാമൂട്ടൻ, നമ്മൾ കിടക്കണ മുറിയും ഹോളും രാമൂട്ടൻ. പിന്നെ എന്താണ്, ഞാൻ കിച്ചണും ഗസ്റ്റ് റൂമും. ഓക്കെ അല്ലേ? അയ്യോ, അത് രണ്ടും കുറച്ചും കൂടെ പാടാൻ തരാമൂട്ടാ. അപ്പൊ ഗൈസ് 4 മണിക്ക് അവര് വരും. ഇപ്പൊ സമയം 3 മണിയാവാൻ പോണു. 3 മണി കഴിഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ വീട് വൃത്തിയാക്കുന്നതായിരിക്കും ഗൈസ്. അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ ഓൾമോസ്റ്റ് എന്റെ പാത്രങ്ങളെല്ലാം കഴുകി കഴിയാറായി. ഇതിന്റെ ലാസ്റ്റ് പാത്രമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഈ കൊല്ലിന് പാത്രം കഴുകണ്ട അല്ല, അവസാനത്തെ പാത്രമാണ്. വെട്ടിത്തിളങ്ങുന്നു, പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. ഇനി നമ്മൾ ഈ ഒരു കിച്ചൺ ടോപ്പും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ കിച്ചൺ സെറ്റായി. ബക്കറ്റ് കൊണ്ടോടെ പോണു. ഹലോ ബക്കറ്റ് സാർ, ബക്കറ്റ് കൊണ്ടോടെ പോണു. ഞാനെന്താ കാണാതെ പോയ ചീപ്പ് അത് കിട്ടിയല്ല. അപ്പൊ ഒന്ന് ക്ലീനാക്കുമ്പോ വേറൊന്ന് കിട്ടും, കാര്യമുണ്ട്. ഇപ്പൊ ചീപ്പ് കിട്ടിയില്ലേ പൊന്നോ? നല്ല ലാഗാണ് കേട്ടോ.
നോക്കേ, ഇത് തൂത്തുകളാനായില്ലേ ഇതുവരെയായിട്ട്? കുറെ നേരം ആയല്ല. രാവിലെ റെഡി ആവാൻ അവിടെ പോ. മുനിപ്പിലാന്തായി കഴിച്ചു. നീ ഇവിടെ വെറുതെ ഇരിക്കുന്ന ട്രെയിൻ എവിടെ നോക്കിയതാണോ? ലൈറ്റ് ഉണ്ടാ? ലൈറ്റ് ഇല്ല. 1 മിനിറ്റ് ലേറ്റ്. ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കിയതാണ്. ഫ്രിഡ്ജിന്റെ സാധനങ്ങളൊന്നും അകത്ത് വെച്ച് വെച്ചിട്ടില്ല. പേടിച്ചിട്ടൊക്കെ അകത്ത് വെച്ച് വെക്കണേ. വീട്ടിൽ നിന്ന് വരുമ്പോ ചോദിക്കും ഈ ഫ്രിഡ്ജിന്റെ അറകളെവിടെ. ഗൈസ് 2 ആഴ്ച ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടോ. എന്നിട്ട് ആ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അത് ഈ തട്ടുകളൊന്നും വേഗം തട്ടുകൾ വെക്കുന്നു. ഇത്ര ഫാസ്റ്റ് ആയ 3:57 രാമുട്ടാ. പോവാ. ഇപ്പൊ കൊഴപ്പില്ല. ഇപ്പൊ വലിയ കോലക്കേടില്ലല്ലേ രാമുട്ട? അതെ, ഈ ഫ്രിഡ്ജിന്റെ അടിയിൽ അടിയിലേക്ക് ഉള്ള കണ്ട് ഇതെന്താ രാമുട്ട പൊടി പൊത്തിപ്പോ അതിന്റെ ഇടയിലേക്ക് കൂട്ടിക്കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പൊ കഷ്ടപ്പെട്ടെടുക്കണ്ടേ? ആ കുഴപ്പമില്ല. അങ്ങനെ ചീത്ത വെക്കാനുള്ള രീതിയിലൊന്നും തന്നെ ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വീട് വൃത്തിയാക്കാൻ ഞാൻ പറയും ഇതെന്താ ഇങ്ങനെയല്ല മര്യാദക്കെല്ലാം വെക്കാന്നുള്ള പറഞ്ഞിട്ട് അമ്മയോട് ഡയലോഗ് അടിക്കും. നീ മാറുമൊക്കെ കണ്ടോ എന്റെ വീട് കണ്ടോന്നൊക്കെ ഡയലോഗ് അടിച്ചതാണ്. അതാ പ്രശ്നം. അതുകൊണ്ടാണ് തോന്നുന്നത് ഫ്രിഡ്ജിന്റെ അടിയിലെല്ലാം കൂട്ടിയിട്ടേക്കണത്. ഞാൻ നാളെ കഷ്ടപ്പെട്ട് എടുക്കണത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അച്ഛനും അമ്മേനെയും പോയി കൂട്ടിയിട്ട് വരാം. അങ്ങനെ ലാസ്റ്റ് പൊടിക്കൈയായിട്ട് നമുക്ക് ഒരു കാൻഡിൽ കൂടെ കത്തിച്ച് വെക്കാം. സ്മെല്ലൊന്നും വന്നില്ലല്ലോ രാമൂട്ടാ. അപ്പൊ ഗൈസ് നമ്മൾ ഇതാ വീട്ടിലെ പണിയൊക്കെ തീർത്ത് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ അച്ഛനമ്മേനെ വിളിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നേരെ ചെല്ലണത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എന്താ എന്നെ വിശ്വാസമില്ലാത്ത പോലെ ഞാൻ ഈ എറണാകുളംകാരിയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളൊന്നും രാമുണ്ട് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പൊ 2 പ്രാവശ്യം തിരിച്ചേ. അത് ചെറിയ തെറ്റൊക്കെ പോലീസുകാരനും പറ്റുമല്ലോ. തെറ്റ് മാത്രം പറ്റുന്ന പോലീസുകാരനാണ്. അപ്പൊ ഗൈസ് നമ്മൾ അച്ഛനമ്മേനെ വിളിച്ചിട്ട് വരാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയും എത്തിയിരിക്കുകയാണ് ഗൈസ്. വെൽക്കം വെൽക്കം. ഞങ്ങളാണ് വെൽക്കം പറയണ്ടേ. അങ്ങനെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് നമ്മുടെ സ്റ്റുഡിയോ കാണുകയാണ്. ഗൈസ് അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വരൂ ഇറങ്ങി വരൂ. ഇതാണ് പോര. അച്ഛനും അമ്മയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയതെല്ലാം ഇതിന് വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ രാമുട്ടാ. ചിപ്സ് പുതിയ വീട്ടിൽ കിണ്ടി വേണം. ഇത് വേണമായിരുന്നു. ഇത് നമ്മൾക്ക് ഇല്ലാഞ്ഞൊരു സാധനമാണ്. മഞ്ഞപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി നമുക്കില്ലാത്തൊരു സാധനമാണ്. പറങ്കി കുരുമുളക്. ഇതെന്താ അങ്ങനെ ഞാൻ മറ്റേ ഇതെടുക്കാൻ പറയായിരുന്നു. അവിടെ ഞാൻ എടുത്തു വെച്ച മറ്റേ ഡിന്നർ സെറ്റ് ഉണ്ടായിരുന്നു. ഹലോ, എന്താക്കുവാ? ചിക്കൻ ചുക്ക. അച്ഛനമ്മയും പറഞ്ഞത് സ്പെഷ്യലായിട്ട് രാമൂട്ടൻ ചിക്കൻ ചുക്ക പ്രിപ്പയർ ചെയ്യാണ്. ഞാൻ പാവം ചെറുപയറും. രാമൂട്ടന്റെ ചിക്കൻ ചുക്ക. ഓക്കെ, ചിക്കൻ ചുക്ക. വാവ്, എന്ത് രസാ കാണാൻ. ഈ ചിക്കൻ കണ്ടിട്ട് പക്ഷെ പുറത്തുനിന്ന് വാങ്ങിച്ച പോലെ ഉണ്ടല്ലോ രാമൂട്ട. എന്റെ ചെറുപയർ റെഡിയായി. എന്താ നമ്മള് പാവങ്ങള് കഞ്ഞി ചെറുപയർ. എന്താ കരിവേപ്പില ഇടണമായിരുന്നോ? അയ്യോ, വേണമെങ്കിൽ ഇപ്പൊ ഇട്ടാ മതി. അമ്മ ഇപ്പൊ ഇടാല്ലേ?
അച്ഛനും അമ്മയും അവിടെ ചെല്ല് ചെയ്തിരിക്കുന്നുണ്ട്. രാമുഷ് ഇവിടെ ചുക്കർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപയർ കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ചെറുപയർ ഫ്ലോപ്പിങ് ചിക്കൻ ചുക്ക സർവർ ചെയ്യുന്നത് ചിക്കൻ ചുക്ക സ്കോർ ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ടോളൂ എന്നുള്ള കാര്യം. ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് വന്നിട്ട് അപ്പം തന്നെ പോകേണ്ടതിനെ പറ്റില്ല ചർച്ച. കഴിച്ചിട്ട് അഭിപ്രായം പറ. The next day. അയ്യോ ചിരിക്കി. അപ്പൊ ഇന്നലെ നമ്മൾ തട്ടിക്കൂട്ടി വീടൊക്കെ സെറ്റ് ചെയ്ത് അച്ഛനമ്മേനെ വെൽക്കം ചെയ്ത് പറ്റിച്ചു. ആൻഡ് ഇന്ന് നമ്മൾ ഫുൾ വീട്ടിൽ തന്നെയായിരുന്നു നമുക്ക്. ഇന്നും പറ്റിച്ചു. രാത്രി ഇപ്പൊ നമ്മളുടെ ക്യൂൻസ് വേൽ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ക്യൂൻസ് വേൽ ഐസ്ക്രീം വെച്ചു കൊടുക്കാൻ വന്നിരിക്കുകയാണ് കുഞ്ഞുവാവ. അവിടെ മറ്റേ കുഞ്ഞാവ. നമ്മളൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു നമ്മുടെ രേഖാചിത്രം. അപ്പൊ അത് കാണാൻ വേണ്ടി പോണം. എന്താച്ചാ ചെറുപ്പക്കാർക്കാന്ന് വീഡിയോ. വയസ്സായാൽ എന്താ വീഡിയോ പാടില്ല ചേട്ടാ. അരിയേട്ടൻ വിഷയാണ്. എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് രാമുണ്ട് അച്ഛനും അമ്മേനെയും എന്താ കാണിക്കാത്ത കാണാത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ല വീഡിയോയിലൊന്നും കാണിക്കാത്ത എന്താ വരാത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ എന്താ വയസ്സായി കഴിഞ്ഞാൽ വീഡിയോയില് വരൂല അച്ഛാ. കാണിച്ചിട്ട് ചിലപ്പോ ചീത്ത കിട്ടുമെന്ന് ക്യാമറ ഫേസ് ഗുമ്മില്ലാത്തോണ്ടാണോ? ഒട്ടിച്ചിട്ട് അങ്ങനെയല്ല ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിക്കുന്നത് വീഡിയോ. ഇതാണ് വീഡിയോ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങള് പറയുന്ന. സ്റ്റുഡിയോ ഒക്കെ കണ്ടില്ലല്ലോ, ഇപ്പഴല്ലേ കാണുന്നേ. അപ്പൊ സ്റ്റുഡിയോന്റെ ഇനാഗുറേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു അച്ഛനമ്മ എവിടെ എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. അച്ഛാ എറണാകുളത്ത് വേറെ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ, താല്പര്യമുണ്ടോ? എവിടെയെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ? രാവിലെ മുതല് വൈകിട്ട് വരെ ഇരുന്നിട്ട് കഷ്ടപ്പെട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഏത് സിനിമ? എനിക്ക് സിനിമ ഒന്നും കാണണ്ടാവും. പൊതുവെ അച്ഛനങ്ങനെ താല്പര്യം. അച്ഛന് വീടും നിക്കിയും കൃഷിയും അതാണ്. അമ്മയ്ക്ക് താല്പര്യം ഉണ്ടല്ലേ അമ്മ? അമ്മയ്ക്ക് പുറത്തിറങ്ങി നടക്കണമെന്നുണ്ട്. വീരനായതുകൊണ്ട് മെട്രോ ഞാനത് 20 വർഷം മുമ്പ് എന്റെ 20ാമത്തെ വയസ്സിൽ കയറിയതാണ്. മെട്രോ നമ്മൾ എത്ര വർഷം? ഞാൻ 3-4 വർഷത്തെ മെട്രോ യാത്രയോ ചെന്നൈയിൽ. ആളോ ഈ 2 മിനിറ്റ് മെട്രോ ഉണ്ടല്ലേ? ട്രെയിൻ വരുന്നത്. അച്ഛന് കൊച്ചിയിലെ മെട്രോ ഒന്നുമല്ല. മെട്രോ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ മെട്രോ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് നമ്മള് സെൻട്രൽ സ്ക്വയറില് സ്മാർട്ടില് കയറി. പക്ഷെ ഷോപ്പോളിക്കായ എന്റെ രാമൂട്ടൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലാം വാങ്ങിക്കണം എന്നാണ്. തപ്പി നടക്കണം എന്താ വാങ്ങിക്കണ്ടേ എന്നുള്ളത്. ഗൈസ് നമ്മൾ സമയം കളയാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങി. അതിന്റെ കൂട്ടത്തില് ഒരു മസാല ബോക്സ്. സോ സിനിമ കാണാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും എത്തിയിട്ട് ഞങ്ങളുടെ സിനിമയൊക്കെ കണ്ടു. സോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഗൈസ്. അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കട്ടെ. കഴിക്കുകയാണ് ഗൈസ്. ഇതാര്? The next day. അച്ഛനെന്തോ ഓടിക്കാനുണ്ടെന്ന് പറയുന്ന പോലെ ഊട്ടി പോണേ. അങ്ങനെ ഞങ്ങളിതാ വൈറ്റ്ല വാട്ടർ മെട്രോ സ്റ്റേഷനിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ കാക്കനാട് ഇറങ്ങാനാണ് പ്ലാൻ. പക്ഷെ അതൊരു ഫ്ലോപ്പ് ഐഡിയ ആയി പോയി. കാരണം അച്ഛനും അമ്മയും പോസ്റ്റ് അടിച്ചിട്ട് വയ്യ. മാത്രമല്ല അച്ഛൻ പറഞ്ഞു മൊത്തം പായലാണല്ലോ, ആൻഡ് ഇതിനേക്കാൾ നല്ല വ്യൂ നമ്മുടെ പറശ്ശിനിക്കടവ് വാട്ടർ ബോട്ട് സർവീസ് പോയാൽ കാണുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചമ്മിപ്പോയി. എന്നാലും സാരമില്ല, നമുക്ക് കുറച്ച് പേഴ്സണൽ ടൈം കിട്ടിയ ഒരു ടൈമായിരുന്നു കേട്ടോ അത്. ഭയങ്കര കംപ്ലൈന്റ് ആണ്, ഫുൾ പായലാണെന്നൊക്കെ പറഞ്ഞിട്ട്.
അങ്ങനെ 2 ദിവസം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോ എല്ലാം കണ്ട് വീടെല്ലാം കണ്ടിട്ട് നമ്മുടെ അച്ഛനും അമ്മയും ഇന്ന് പയ്യന്നൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ വിശേഷങ്ങളെല്ലാം ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്ര നന്നായിട്ടാണ് നടക്കുന്നത്, അതുപോലെ അച്ഛനും അമ്മേനെ നോക്കിക്കൂടെ എന്നെല്ലാം. എല്ലാവരും ഇത് എന്ത് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ അച്ഛനും അമ്മയും ജീവിക്കുന്നത് അവരുടെ ചോയ്സിലാണ് കേട്ടോ, അവരുടെ ഇഷ്ടങ്ങൾ അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അത് ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. അവരുടെ ഇഷ്ടം എങ്ങനെ വേണോ അതുപോലെ തന്നെയാണ് നമ്മൾ അവരെയും ട്രീറ്റ് ചെയ്യുന്നത്. അവർ തിരിച്ചു ഇങ്ങോട്ട് അങ്ങനെയാണ്. എന്തായാലും നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ച ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് അറിയാതിരിക്കില്ലല്ലോ ഇതൊന്നും. എന്തായാലും നമുക്ക് ഈ 2 ദിവസം നല്ല മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റ ബൈ ബൈ.